കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി മാനേജ്മെന്റും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും തമ്മിലുള്ള ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ സമരം ചെയ്ത നഴ്സുമാരോട് അധികൃതർ ക്രൂരമായാണ് പെരുമാറിയത്. സമരത്തിൽ പങ്കെടുത്ത 2 നഴ്സുമാരെ പിരിച്ചുവിട്ടതായി കാണിച്ച ഇരുവർക്കും നോട്ടീസും നൽകി. ഇതിലുൾപ്പെടെ പ്രതിഷേധിച്ച് നഴ്സുമാർ എരഞ്ഞിപ്പാലം മാവൂർ റോഡ് ഉപരോധിക്കുകയാണ്. അജി കുഞ്ഞുമോൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അജി, വളരെ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടയിലുള്ള ചർച്ച കൂടിയാണ്, ഏറെ നിർണായകം കൂടിയായ ചർച്ചയാണ് ഈ സാഹചര്യത്തിൽ. അത് എപ്പോൾ ആരംഭിക്കും? നിലവിൽ പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? അസ്ത, നിലവിൽ ചർച്ച തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ആ ചർച്ച ഇപ്പോഴും മാനേജ്മെന്റും UN പ്രതിനിധികളുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. എടുത്തു പറയേണ്ടത്, ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടെ നഴ്സുമാർ പ്രക്ഷോഭം തുടങ്ങിയതാണ്. ആ സമരം ഇതുവരെയും അവർ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അത്രത്തോളം പ്രക്ഷോഭം നഴ്സുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നഴ്സുമാർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത്, സമരം ചെയ്യുന്ന നഴ്സുമാർക്ക് എതിരെ നടപടി, രാവിലെ നമ്മൾ കണ്ടതാണ്, സമരം ചെയ്യുന്ന നഴ്സുമാർക്കെതിരെ നടപടിയെടുക്കുന്നു. മാത്രമല്ല ഈ ചർച്ചയ്ക്കെത്തിയ നഴ്സിംഗ്, അതായത് UNAയുടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പ്രതിനിധികളെ മർദ്ദിക്കുന്ന അവസ്ഥ, അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു. സമരം ചെയ്യുന്ന അവരുടെ സമരക്കാരോട്, അതായത് നഴ്സുമാരോട് അടിയന്തരമായി, അതായത് 24 മണിക്കൂറിനകം ആശുപത്രി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹോസ്റ്റൽ അടക്കം വിട്ടുപോകണം എന്നുള്ള കാര്യങ്ങളാണ് ഈ നഴ്സുമാരോട് പറഞ്ഞത്. ഇതിനിടയിൽ 2 നഴ്സുമാരെ, അവർ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത 2 നഴ്സുമാരെ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ തുടങ്ങിയ ഈ സമരം ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം. അതുമാത്രമല്ല, പോലീസും വലിയ തലത്തിലുണ്ട്. ഇതിനിടയിൽ ഇവർക്ക് പിന്തുണയുമായി BJP, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധം അവിടെ നഴ്സുമാരുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.